പീഡന കേസിൽ കുറ്റവിമുക്തനായ ഒരു മധ്യവയസ്കൻ 6 കൊല്ലത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആലുവയിലെ താരിഖിനെ കോടതി വെറുതെ വിട്ടത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ്. ഭാര്യയും ആൺ സുഹൃത്തും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് താരിഖ് 24നോട് പറഞ്ഞത്. 32 ദിവസത്തെ ജയിൽവാസമാണ് ആലുവ സ്വദേശിയായിട്ടുള്ള താരിഖ് അനുഭവിച്ചത്. 2020 മുതൽ തുടരുന്ന നിയമ പോരാട്ടം. അതിനുശേഷം ആ ചുമത്തപ്പെട്ട ബലാത്സംഗ കേസിൽ ഒരു തെളിവുമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറവൂർ അതിവേഗ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ താരിഖും അദ്ദേഹത്തിൻ്റെ വക്കീലും 24നൊപ്പം ചേരുകയാണ്. അതായത് 32 ദിവസത്തോളം ഞാൻ ജയിലിൽ കിടന്നു. എനിക്കെതിരെ ഉണ്ടാക്കിയ എൻ്റെ ഭാര്യ സിദ്റത്തുൽ മുൻതഹയും ഭാര്യ കാമുകനായ മണത്താട്ട് വീട്ടിൽ അഷറഫ് എന്ന ആളും കൂടി ചേർന്ന് അഷറഫിൻ്റെ ബന്ധുവായ ഒരു സ്ത്രീയെ കൊണ്ട് കള്ള പരാതി കൊടുത്തിട്ട് പോലീസ് എൻ്റെ അന്വേഷണം പോലും നടത്താതെ അന്നിരുന്ന ആലങ്ങാട് CI ഉണ്ണികൃഷ്ണൻ സാറിനെ സ്വാധീനിച്ചിട്ട് എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ്. പിന്നെ ഞാനും ഭാര്യയും തമ്മിൽ മലപ്പുറം ഫാമിലി കോടതിയിൽ കേസുണ്ടായിരുന്നു. അന്ന് എൻ്റെ മകളെ കസ്റ്റഡി കിട്ടാൻ വേണ്ടി കൂടി മാത്രമാണ് ഇങ്ങനെ ഒരു വ്യാജ ബലാത്സംഗ കേസ് ഉണ്ടാക്കിയത്. ഒരു തെളിവുമില്ല, ഡിജിറ്റൽ തെളിവുകൾ പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു മൊഴി മാത്രമായിരുന്നോ അഡ്വക്കേറ്റ് ഹക്കീം ഉള്ളത്? ഇത് ഒരു സ്ത്രീയുടെ ഒരു മൊഴി മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ 2020 FIR രജിസ്റ്റർ ചെയ്ത് അന്ന് തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ പരാതിക്ക് ഒരു വസ്തുതയുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ആ ഹൈക്കോടതിയിലെ വിധിയും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ എടുക്കുന്ന കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണമെന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഈ പരാതി കൊടുത്ത സ്ത്രീക്കും ഈ കേസ് കുറ്റപത്രം കൊടുത്ത CIക്കും ഇതിൽ ഗൂഢാലോചന നടത്തിയവർക്കുമെതിരായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മെഡിക്കൽ തെളിവുകളില്ല, ഡിജിറ്റൽ തെളിവുകളില്ല എന്നുള്ളതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ 6 വർഷം അദ്ദേഹം അനുഭവിച്ചൊരു മാനസിക സംഘർഷം, ഒപ്പം ജയിൽവാസം ഒക്കെ ഇതിൻ്റെ ഒരു ബാക്കി പത്രമായി തന്നെ നിൽക്കുകയും ചെയ്യും. ഷിജു ചവറയ്ക്കൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ജയിലിൽ കിടന്ന ദിവസങ്ങൾ ആരും മടക്കി കൊടുക്കില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ശരിക്കും ഒരു അപരാധി രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആധാരശിലയാണ്. പലപ്പോഴും ആ ആധാരശില പിഴുതു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എത്രയോ നിരപരാധികളായ മനുഷ്യർ ജയിലിൽ കിടക്കുന്നു. അവരുടെ നിരപരാധിത്വം അവർക്ക് തെളിയിക്കാനും കഴിയുന്നില്ല. ഞാൻ ഈ ജയിൽ സൂപ്രണ്ടന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും പലപ്പോഴും ഇങ്ങനെയുള്ള പാവങ്ങൾ ഇതിനകത്ത് പെട്ടുപോകും, പിന്നെ അവർക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. കാരണം അവരെ രക്ഷപ്പെടുത്താൻ ആരാണ്? ആ ഇരുമ്പഴിക്കുള്ളിൽ അവർ കിടന്ന്, അല്ലെങ്കിൽ ആ കാരാഗ്രഹത്തിൽ കിടന്ന് ജീവിതം ഒടുങ്ങിപ്പോകും. അങ്ങനെയുള്ളവരുടെ കഥയാണ് നമ്മൾ ഈ ജയിലിൽ ഉൾപ്പെട്ടു പോയ നിരപരാധികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇന്നലെ. അതിൻ്റെ അവസാന ഭാഗം അതിന്റെ അവസാന ഭാഗം ഇന്ന് രാത്രി 8:15 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.